ഗ്ലോറി ടു ഗോഡ്. കർത്താവ് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ച എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിക്കുന്നു. കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾ കർത്താവിന്റെ വിലയേറിയ ദാസന്മാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും ഒരിക്കൽ കൂടെ വന്ദനം ചൊല്ലുന്നു, സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് ഇത്രയും പേർക്ക് ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്ന് ഇന്ന് രാത്രിയില് ഒരുമിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ വീണ്ടും കടന്നു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. ആമേൻ. നാം പ്രാർത്ഥിക്കുകയും പാടുകയും ആരാധിക്കുകയും അതുപോലെ ദൈവത്തിന്റെ വചനം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴൊക്കെ നമ്മോട് സംസാരിക്കുന്ന, നമ്മോട് ഇടപെടുന്ന ദൈവത്തിന്റെ മഹനീയമായ ആ സാന്നിധ്യം ഈ രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. വിശ്വാസത്തോടുകൂടെ ദൈവത്തിന് ആരാധന അർപ്പിച്ച് സ്തോത്ര സ്തുതികളോടുകൂടെ ഈ രാത്രി നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ദൈവത്തിന് സ്തോത്രം. സ്പെഷ്യലി ഇന്ന് രാത്രി നമ്മോടൊപ്പം ആയിരിക്കുന്ന കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരായിരിക്കുന്ന ദൈവദാസന്മാർ പാസ്റ്റർ സജി വർഗീസ് ഉണ്ട്, പാസ്റ്റർ റെനി ജോർജ് ഉണ്ട്, പാസ്റ്റർ ഡാനിയൽ തോമസ് ഉണ്ട്, അതുപോലെ തന്നെ പാസ്റ്റർ സുനിൽ ജോസഫ് ഉണ്ട്, അതുപോലെ പാസ്റ്റർ ജോൺ തോമസ് ഉണ്ട്. എല്ലാ അനുഗ്രഹീതരായിരിക്കുന്ന കർത്തൃദാസന്മാരെയും ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുകയാണ്. നമ്മെല്ലാവരെയും കർത്താവിന്റെ രാത്രി ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സഹകരണം ഒക്കെ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക്, ഈ മിനിസ്ട്രിക്ക് വളരെ അനുഗ്രഹമാണ്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ നാം ചില ഗാനങ്ങൾ പാടി കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. സ്റ്റീവ് ഇപ്പോൾ നമുക്ക് വേണ്ടി ഗാനങ്ങൾ പാടുമ്പോൾ നാം ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കുവാൻ ദൈവമായ കർത്താവ് കൃപ ചെയ്യട്ടെ. സമയം ഒട്ടും നഷ്ടപ്പെടുത്താതെ പ്രിയ സ്റ്റീവിനെ ഗാന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. Praise the Lord. Thank the Lord for bringing us here tonight. We're going to sing a few songs. So we'll sing a Malayalam and one English song as well. If you do know the songs, please join with me, not just singing, but join with me in worship as well. And join with a prayerful heart for his presence. Amen. Amen. Can you hear the sound? How great the chasm that lay between us, how high the mountain I could not climb. In desperation I turned to heaven and spoke your name into. Then through the darkness your loving kindness tore through the shadows of my soul. The work is finished, the end is written. Jesus Christ, my living hope. Amen. Let's praise him tonight. Who could imagine so great a mercy? Well, I could find such boundless grace. The God of ages stepped down from glory to wear my sin and bear my shame. The cross has spoken, I am forgiven. The King of Kings calls me his own. Beautiful Savior, I'm your reverend. Jesus Christ, my living hope. Hallelujah, praise the one who set me free. Hallelujah, death has lost its grip on me. You have broken every chain. There's salvation in your name, Jesus Christ.
Death has lost its grip on me. You have broken every chain. There's salvation in your name, Jesus Christ, my living hope. Amen. Then came the morning that sealed the promise. Your buried body began to breathe out of the silence. The roaring lion declared the grave has no claim on me. Then came the morning that sealed the promise. Your buried body began to breathe out of the silence. The roaring lion declared the grave has no claim on me. And Jesus, yours is the victory. Oh, hallelujah. Praise the one who set me free. Hallelujah. Death has lost its grip on me. You have broken every chain. There's salvation in your name, Jesus Christ, my living hope. Hallelujah. Praise the one who set me free. Hallelujah. Death has lost its grip on me. You have broken every chain. There's salvation in your name, Jesus Christ, my living hope. Amen. Praise the Lord. Hallelujah. Thank the Hallelujah. Lord. Amen. We'll sing one more song. Amen. Let's not just thank him for his blessings. Let's not just thank him for the cross, but remember each and every blessing. Remember how good our Lord and Savior is. Amen. We'll sing a Malayalam song, Enni Enni Studhikkuvan. If you know the song, please join along with me in worship. Amen. Enni Enni Studhikkuvan എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമേ. ഉന്നം വെച്ച പ്രിയൻ കണ്ണിൻ മുൻപിൽ പതരാതെ, ഉന്നം വെച്ച വൈരിയൻ കണ്ണിൻ മുൻപിൽ പതരാതെ, കണ്ണിൻ മണി പോ കാക്കും കരങ്ങളാൽ നിന്നെ മൂടി മറച്ചില്ലേ, കണ്ണിൻ മണി പോ കാക്കും കരങ്ങളിൽ എന്നെ മൂടി മറച്ചില്ലേ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം
ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ആമേൻ. ഹല്ലേലൂയ. ഓ യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ, യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ, എലിയാവിൻ ഉദപ്പെ വീട് നിന്റെ വിശ്വാസ ശോധനയോ, എലിയാവിൻ ഉദപ്പെ വീട് നിന്റെ വിശ്വാസ ശോധനയോ, എണ്ണിയൻ സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. Amen. നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല, നിനക്കെതിരായി ആയുധം ഫലിക്കയില്ല, നിന്റെ ഉടയവൻ നിന്നവകാശം തന്റെ ദാസരിൻ നീതിയവൻ, നിന്റെ ഉടയവൻ നിന്നവകാശം നിന്റെ ദാസരിൻ നീതിയവൻ. എണ്ണിയൻ സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. എണ്ണിയെങ്കിൽ സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. Hallelujah. Thank you, Steve, for wonderfully worshiping and leading all of us in the worship. May the Lord continue to bless you and bless all of us tonight as we are meditating upon the word of the Lord. Hallelujah. Let me just greet and welcome every one of you in the matchless and powerful name of our Lord and Savior Jesus Christ once again. Thank you, Pastor Rajesh Pillai from Odisha. Thank you, Pastor John Biswas. Pastor's wife, Pastor Rajesh's wife, is also attending
with us tonight. Thank you for joining us. All the pastors, including Pastor John Thomas, Pastor Saji Varghese, Pastor Rennie George, Pastor Daniel Thomas, Pastor Sunil Joseph. Also, a few other pastors have attended, are attending us with us tonight. I greet all of you in the powerful name of our Lord, Savior, Jesus Christ. Hallelujah. Tonight, as we are meditating again as the continuation of the epistle of Ephesians, tonight we are meditating upon from verse number 10 to 13 of chapter number 2. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 മുതൽ 13 വരെയുള്ളതായ വാക്യശകലങ്ങളാണ് ഇന്ന് രാത്രി നാം ചിന്തയ്ക്ക് ആധാരം എന്ന വണ്ണം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുവാനായിട്ട് പോകുന്നത്. പക്ഷെങ്കിൽ അതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ച് വന്നതിന്റെ ബാക്കി അല്പം കൂടെ എനിക്ക് പറയാനായിട്ടുള്ളത് കൊണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ ചില ചിന്തകൾ കൂടെ ഒന്നുകൂടെ ഒന്ന് ഓർപ്പിച്ചിട്ട് ഇന്ന് രാത്രിയിലത്തെ ചിന്തകളിലേക്ക് പ്രവേശിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. I would like to remind you, all of you, what we have discussed last Tuesday. We discussed about the God's work that God has done for us, that He has made us alive and He has raised us. And from the status of being dead, we were dead in our trespasses and in our sins. And God, and we have discussed this very phrase, but God. And that is a very much stressful. We have to stress that phrase a little bit more because that is an important, significant phrase called but God. എന്നാൽ ദൈവമോ അല്ലെങ്കിൽ കരുണാസമ്പന്നനായ ദൈവമോ എന്നാണ് നമ്മൾ 4-ാമത്തെ വാക്യം തുടങ്ങുമ്പോൾ 2-ന്റെ 4 തുടങ്ങുമ്പോൾ അങ്ങനെയാണ് വായിക്കുന്നത്. കരുണാസമ്പന്നനായ ദൈവമോ, but God who is full of mercy, who is rich in mercy, what He has done, He has loved us so much and He has made us alive with Christ even when we were dead in our trespasses. നാം അതിക്രമങ്ങളാൽ പാപങ്ങളാൽ മരിച്ചിരുന്നപ്പോൾ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ എന്ത് ചെയ്തു? തന്റെ മഹാസ്നേഹത്താലും കരുണയാലും നമ്മെ ക്രിസ്തുയേശുവിനോട് കൂടെ ജീവിപ്പിച്ചു എന്നാണ് നമുക്ക് പറയുവാനായിട്ട് കഴിയുന്നത്, നമുക്ക് പഠിക്കുവാനായിട്ട് കഴിഞ്ഞത്. ഇത് രാത്രി അവിടെ നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാതെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാതിരുന്ന ചില കാര്യങ്ങളുണ്ട്. അത് മാത്രം പറഞ്ഞ് ഇന്നത്തെ ചിന്തകളിലേക്ക് കൂടെ പ്രവേശിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. സോ ഗോഡ് മെയ്ഡ് അസ് അലൈവ്. ദൈവം നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. നമ്മെ ജീവിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നാം ഏതവസ്ഥയിലായിരുന്നു? നാം മരിച്ച അവസ്ഥയിലായിരുന്നു. We were dead. And that is the reason why God came in and He made us alive. When a person is dead, his identity will be lost in few weeks. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ചില ആഴ്ചകൾ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു പോവുകയാണ്. കണ്ടാൽ പിന്നെ തിരിച്ചറിയാൻ കഴിയാത്ത നിലകളിലുള്ള ഒരു അസ്തിത്വമാകുകയാണ് അസ്ഥി മാത്രമുള്ള ഒരു മനുഷ്യന്റെ അവസ്ഥ, മരിച്ച മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് ആർക്കും, സ്വന്തം ഭാര്യയ്ക്കോ സ്വന്തം ഭർത്താവിനോ ജന്മം കൊടുത്ത അപ്പനോ പ്രസവിച്ച അമ്മയ്ക്കോ ആർക്കും, മക്കൾക്കോ ആർക്കും തിരിച്ചറിയാൻ കഴിയാതെ ആയിത്തീരുന്ന ഒരു അവസ്ഥയാണ് മരിച്ച അവസ്ഥ എന്ന് പറഞ്ഞത്. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ പിന്നെ ആർക്കും തിരിച്ചറിയാൻ കഴിയത്തില്ല. ഈ വ്യക്തി തന്നെയാണോ എൻ്റെ അപ്പൻ, ഈ വ്യക്തി തന്നെയാണോ എൻ്റെ അമ്മ എന്ന് നമുക്ക് സംശയിക്കേണ്ടതായിട്ട് വരും. We will not be able to recognize, we will not be able to identify a person who is dead for few months or years because that person has lost his or her identity. അവിടെയാണ് ബട്ട് ഗോഡ് എന്ന ഒരു വലിയ തീവ്രമായ ആ ചിന്ത നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നത്. ഒരു എല്ലാ ഐഡന്റിറ്റിയും നഷ്ടപ്പെട്ടപ്പോൾ
ആർക്കും നമ്മെ മനസ്സിലാകാതിരുന്നപ്പോൾ, ആർക്കും നമ്മെ കണ്ടിട്ട് നമ്മുടെ അവസ്ഥ മനസ്സിലാകാൻ കഴിയാതെ ഇരുന്നപ്പോൾ, ദൈവമോ എന്നുള്ള വാക്കിന് അവിടെയാണ് പ്രസക്തി. കരുണാസമ്പന്നനായ ദൈവം നമ്മെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. ആരും നമ്മളെ തിരിച്ചറിഞ്ഞില്ല, പക്ഷെ ആര് തിരിച്ചറിഞ്ഞു? ദൈവം നമ്മെ തിരിച്ചറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ദൈവമോ, ബട്ട് ഗോഡ്, കരുണാസമ്പന്ന ദൈവമോ എന്നുള്ള ആ പദം വളരെ അർത്ഥവത്താണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അതുപോലെ മറ്റൊരു ചിന്ത നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, നമ്മൾ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെടുകയാണ്. എല്ലാവരും പിന്നെ എല്ലാ ദിവസവും ആ വ്യക്തിയെ ഓർക്കണമെന്നില്ല. മാസങ്ങൾ, വർഷങ്ങൾ കഴിയുമ്പോൾ ആ വ്യക്തിയെ കുറിച്ചുള്ള ഓർമ്മകൾ നഷ്ടപ്പെടുന്നു. എല്ലാ ഓർമ്മയും നിൽക്കത്തില്ല. അതുപോലെ എല്ലാവരാലും മറക്കപ്പെടുന്നു, എല്ലാവരാലും മറന്നു പോകുന്നു, എല്ലാവരും ആ വ്യക്തിയെ മറന്നു പോകുന്നു. അവിടെയാണ് കരുണാസമ്പന്നനായ ദൈവമോ എന്നുള്ള ആ പദത്തിന് വളരെ അർത്ഥമുള്ളത്. Praise the Lord. When everyone forgets, everyone is not able to remember you, and everyone is forgetting you, that is where it is very significant to note that but God, full of mercy, കരുണാസമ്പന്നനായ ദൈവമോ എന്നുള്ള പദത്തിന് അവിടെയാണ് അർത്ഥം വരുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരു കാര്യം വേഗത്തിൽ പറഞ്ഞു നിർത്താം. എന്തായിരുന്നു അറിയാം? എസെക്കിയേലിന്റെ പ്രവാചക പുസ്തകം 37-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അവിടെ കുറച്ച് അസ്ഥികളുടെ താഴ്വരയെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഷേപ്പ്ലെസ് ബോൺസ്. In the book of Ezekiel, chapter number 17, we read the bones that is there all over the places in the valley. Valley is full of bones and they are all scattered. They are all scattered and they don't come together. They are not attached together. There is no shape. You don't realize, you don't recognize whose bone it is and where the bone is going to be fitting. എവിടെയാണ് ഈ അസ്ഥികൾ കടന്നു എന്ന് എവിടെയാണ് ഫിറ്റ് ആകുന്നത്? ആരുടെ അസ്ഥിയാണ്? ഏത് മനുഷ്യന്റെ, സ്ത്രീയുടെയോ പുരുഷന്റെയോ കുഞ്ഞിന്റെയോ ആരുടെ അസ്ഥിയാണ്? ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത നിലകളിൽ അവിടെ കിടക്കുമ്പോഴാണ് പ്രവാചകനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നീ അസ്ഥികളോട് പ്രവചിക്ക, കാറ്റിനോട് പ്രവചിക്ക. Praise the Lord. So when God is sending the wind, God is sending his word, what is happening in that valley? The bones are coming together, making a shape of a human body, and flesh and veins and all the things needed are being joined into this body. And what happens? The heavy wind of God came across over the bodies that were in the valley, and these bodies stood up after they have got the life, and they have become a great army of God in the valley. ദൈവത്തിന് സ്തോത്രം. ആ താഴ്വരയിൽ ദൈവത്തിന്റെ ഒരു മഹാസൈന്യമായി തീരത്തക്ക നിലകളിൽ ഈ അസ്ഥികൾ രൂപാന്തരപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. So from that story, from that portion, we must understand it was not the prophet who made the bones alive. അവിടെ ഉണ്ടായിരുന്ന യെഹെസ്കേൽ പ്രവാചകൻ അല്ല ആ അസ്ഥികൾ ജീവിക്കുവാൻ കാരണക്കാരൻ. യെഹെസ്കേൽ പ്രവാചകൻ അല്ല. പക്ഷെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മശക്തിയും ദൈവത്തിന്റെ വചനവുമാണ് ആ അസ്ഥികൾ ജീവിക്കുവാൻ ഇടയായി തീർന്നത്. ഇതേ കാര്യം തന്നെയാണ് എഫേസ്യ ലേഖനം 2:8 പൗലോസ് പറയുന്നത്, കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടത്, നമ്മുടെ പ്രവർത്തികൾ എന്തല്ല, കാരണമല്ല. ഇറ്റ് ഈസ് നൺ ഓഫ് അവർ വർക്ക്. ഇറ്റ് ഈസ് നൺ ഓഫ് അവർ വർക്ക് that has contributed in the process of salvation, but it was the grace of God through faith that we are saved. നാം കൃപയാൽ വിശ്വാസം മൂലമാണ് രക്ഷിക്കപ്പെട്ടത് എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, യേശുക്രിസ്തുവിനെ
മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ കൃപ, അത് നമ്മിൽ വ്യാപരിച്ചിരിക്കുകയാണ്. When we are saved, when we are made alive, when we have been made, when we were raised with Christ Jesus, നമ്മൾ യേശുക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റപ്പോൾ, നമ്മൾ യേശുക്രിസ്തുവിനോട് കൂടെ മരണത്തിൽ നിന്ന്, ആത്മീക മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മിൽ സംഭവിച്ചത് എന്താണെന്നറിയാമോ? യേശുക്രിസ്തു ഫിസിക്കൽ ബോഡിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ ആ ഉയർപ്പിനകത്ത് പകർന്നതായ ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ കൃപയുമാണ് നമ്മുടെ ആത്മീക ഉയർത്തെഴുന്നേൽപ്പിൽ നമ്മിൽ ആത്മീകമായി സംഭവിച്ചത്. So it was the same power and it was the same grace of God that worked in the dead body of Jesus Christ in the tomb 2000 some years ago, and raised him, made him alive, and brought him out of the tomb. It is the same power of God, it is the same grace of God that has worked in us when we were saved, when we were made alive, when we were raised from the position of death. ദൈവത്തിന് സ്തോത്രം. നാം നമ്മെ മരണത്തിൽ ദൈവത്തിൽ ആ ശക്തിയാണ്, ആ കൃപയാണ് നമ്മിൽ വ്യാപരിച്ചത് ആത്മീകമായിരിക്കുന്ന അർത്ഥത്തിൽ. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു തന്നെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ യേശുക്രിസ്തുവിനെ ലഭിച്ചതായ ശരീരം മാനുഷിക ശരീരമായിരുന്നില്ല, തേജസ്കരിക്കപ്പെട്ടതായ ഒരു ശരീരമായിരുന്നു. തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടെയാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇവിടം വിട്ട് ആകാശങ്ങളിലൂടെ കടന്നുപോയത്. Praise God. When we are also we are also saved, and we will be given a glorious body. We will be given, നമുക്ക് ഒരു ആത്മശരീരം, ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരം നമുക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. Praise God. When Jesus will come down in the cloud and he will rapture all the remnant unto him, we will be given the glorious body. നാം പ്രതീക്ഷിച്ചിരിക്കുന്ന, നാം ആശ വെച്ചിരിക്കുന്ന, നാം പ്രത്യാശ വെച്ചിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് മധ്യാകാശത്തിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ ഈ മർത്യമായിരിക്കുന്ന ശരീരം അമർത്യത്തെ പ്രാപിക്കുവാനിടയായി തീരും എന്ന് നമുക്ക് കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അവസാനത്തെ കാര്യം രക്ഷയുടെ ത്രികാല അവസ്ഥകളാണ്. The tenary conditions of salvation, 3 conditions of salvation. We have discussed that last week in details. Let me just touch base about it. First one is the past salvation. ഒന്നാമത്തേത് ഭൂതകാല രക്ഷയാണ്. What is the past salvation? We are saved. We have got the salvation. Not the salvation of our body, but the spirit. ആത്മാവിലുള്ള സ്വാതന്ത്ര്യം, ആത്മാവിന്റെ വീണ്ടെടുപ്പ്, ആത്മാവിലുള്ളതായ രക്ഷ, അതാണ് നമുക്ക് ലഭ്യമായി തീർന്നിരിക്കുന്നത്. That is what is called the salvation that is past. That's the salvation that we already received. അതുകൊണ്ടാണ് നാം ധൈര്യത്തോടെ പറയുന്നത്, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്. രക്ഷിക്കപ്പെട്ടവനാണോ, രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ, സഹോദരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യത്തോടെ ചങ്കത്ത് കൈവച്ച് പറയുവാനായിട്ട് കഴിയും, യെസ്, ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെന്ന്. എങ്ങനെ? നമ്മിൽ ഒരു രക്ഷയുടെ പ്രവൃത്തി നടന്ന് കഴിഞ്ഞിരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് കോൾഡ് ദ പാസ്റ്റ് സാൽവേഷൻ. അതുകൊണ്ടാണ് റോമർ 8:17 പറയുന്നത്, നാം ദൈവത്തിന്റെ മക്കൾ ആകുന്നു എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടെ സാക്ഷ്യം പറയുന്നു. സോ we have been saved. That is the first condition of our salvation. There are 3 conditions of our salvation, as I mentioned before. One is the past salvation, which that we have received the salvation.
we are saved. We have got the salvation. We are the children of God. That is what the Spirit of God testifies with our spirit, that we are God's children, according to Romans chapter 8, verse 17. The second condition of the salvation is the salvation of the present. ഇപ്പോൾ വർത്തമാനകാല രക്ഷ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. വർത്തമാനകാല രക്ഷ എന്നതിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം, we are enjoying the salvation. നാം ആ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ദിനംതോറുമായിരിക്കുകയാണ്. ദാവീദ് പ്രാർത്ഥിച്ചു 51-ാം സങ്കീർത്തനത്തിൽ, രക്ഷയുടെ സന്തോഷം എന്നിൽ നിന്ന് എടുക്കരുതേ, എനിക്ക് തിരികെ തരണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുവാനിടയായി. സോ we are enjoying the salvation every day. We rejoice in our salvation every day. രക്ഷയുടെ സന്തോഷം നാം അനുഭവിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ രക്ഷയ്ക്ക് വേണ്ടി നാം പുരോഗമനാത്മകമായി പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് രക്ഷയ്ക്ക് വേണ്ടി? നമ്മിൽ വെളിപ്പെടുവാനുള്ള ആത്യന്തികമായ ഒരു രക്ഷയുണ്ട്. ആ രക്ഷയ്ക്ക് വേണ്ടി നാം പ്രവർത്തിക്കുന്നവരായി തീരണം എന്ന്, നിഷ്ക്രിയരാകരുത്, ഇനാക്റ്റീവ് ആകരുത് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. God does not want us to be inactive. God does not want us to be lazy. We have got the salvation. That is not the end of the story. We still have to work. We still have to be very careful about the salvation that we have received, else we might lose it. നമുക്ക് അത് നഷ്ടപ്പെടുത്തി കളയുവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. We are living in a situation where we might lose our salvation. So we must be very careful, and we must be actively and progressively working towards this salvation, to maintain, to get it, to keep it active, also that we may not lose it. Also we may look forward to the salvation that is going to come in the future. So അതാണ് കറന്റ് അല്ലെങ്കിൽ വർത്തമാനകാല രക്ഷ എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഭാവി കാല രക്ഷ. റോമാലേഖനം 13-ാം അധ്യായത്തിന്റെ 11-ാമത് വചനം, Romans chapter 13 verse 11 says, even though we are saved, yet we live in an earthly body with the presence of sin. പാപ സാന്നിധ്യമുള്ള ഒരു ശരീരത്തിലാണ് നാം രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും നാം കഴിയുന്നത്. But when we will be raptured upon the return of Jesus Christ, what will happen? This mortal body will give way to the immortal body. ഈ മർത്യമായത് അമർത്യമായതിന് വഴി മാറും. This perishable will clothe itself with the imperishable. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ധരിക്കുവാനായിട്ട് ഇടയാകും. അപ്പോഴാണ് നാം ആശ വെച്ചിരിക്കുന്ന ആ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരുന്നത്. ഇന്ന് രാത്രി അവിടെ നിന്നുകൊണ്ടൊരു ചോദ്യം നമ്മോടായിട്ട് ചോദിക്കുവാനായിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. അല്ല, why, എന്തിനാണ് ദൈവം നമ്മെ രക്ഷിച്ചത്? ഈ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നമുക്കിത് കാണുവാനായിട്ട് കഴിയുന്നു. എന്തിന്? why God has given us such a great salvation. ഇത്ര വലിയ രക്ഷ. യോഗ്യതയില്ലാതിരുന്ന നമുക്ക്, പാപികളായിരുന്ന നമുക്ക്, പാപത്തിൽ മരിച്ചു കിടന്നവരായിരുന്ന, ദ്രവിച്ചു കിടന്നവരായിരുന്ന, ഒരു ഷേപ്പില്ലാതെ കിടന്നവരായിരുന്ന നമുക്ക് ഇത്ര വലിയ രക്ഷ എന്തിനാണ് ദൈവം തന്നത്? ദൈവത്തിന് സ്തോത്രം. 2 കാര്യങ്ങളാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 2 കാരണങ്ങൾ ദൈവം ഉദ്ദേശിക്കുന്നുണ്ട് നമ്മെ രക്ഷിച്ചതിന്. ഒന്ന്, എഫേസ്യ ലേഖനം 2:6 എങ്ങനെയാ വായിക്കുന്നത്? ക്രിസ്തുവേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കുവാൻ. നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, God is expecting out of us who are saved people that we may represent God to others who are not saved yet. രക്ഷിക്കപ്പെടാത്ത
ഈ ദൈവത്തെ അറിയാത്ത അനേകരുടെ മുമ്പിൽ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് ക്രിസ്തുവേശുവിൽ നമ്മയൊക്കെ കുറിച്ചുള്ള വാത്സല്യത്തെ കാണിച്ചു കൊടുക്കുവാൻ, അതിനെ പറഞ്ഞു കൊടുക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. രണ്ടാമത്തെ കാരണം 2:10, chapter 2 verse 10, it is written there that hallelujah, for we are God's handiwork, created in Christ Jesus to do good works which God prepared in advance for us to do. നമ്മെ കർത്താവ് എന്തിനാണ് രക്ഷിച്ചതെന്ന് അവിടെ എഴുതിയിട്ടുള്ളത്? നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തിക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, ഈ 2 കാരണങ്ങളാണ് ദൈവം നമ്മെ രക്ഷിച്ചത് കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്. God is expecting these 2 things to come out of us because we are saved by the grace of God. ദൈവത്തിന് സ്തോത്രം. Now let's look at verse number 9. 9ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, not by works so that no one can boast. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളല്ല, ദൈവം തന്റെ പ്രവൃത്തിയാലും കൃപയാലും ആണ് നമ്മെ രക്ഷിച്ചതെന്ന് ഒരിക്കൽ കൂടെ നാം അവിടുന്ന് പഠിക്കുവാനായിട്ട് ഇടയാണ്. ഇനി നമുക്ക് വായിക്കാനുള്ളത് ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്തയാണ്. 11, 12, 13 വാക്യങ്ങൾ. Verse number 11, 12 and 13 we are going to meditate upon. So I'm going to read that in English as well as in Malayalam. ആകയാൽ നിങ്ങൾ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദന ഏറ്റു, പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മികക്കാർ എന്ന് വിളിക്കപ്പെടും. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. There are at least 8 different status, 8 വിഭിന്നമായിരിക്കുന്ന നിലവാരങ്ങളായിരുന്നു നമ്മെക്കുറിച്ച് പൗലോസ് പറയാൻ ഇടയായി തീർന്നു. 1, നിങ്ങൾ മുമ്പ് പ്രകൃതിയാൽ ജാതികളായിരുന്നു. ഞാൻ എന്റെ കമ്പാരിസൺ ആണ് പറയാൻ ആഗ്രഹിക്കുന്നത്. I would like to present to you a comparison of who we were before and who we are now. Paul is saying here who you were before. എന്തിനാണ് നാം പണ്ട് ആരായിരുന്നു എന്ന് പൗലോസ് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? What is the reason why Paul is here again over and again saying who you were before? നിങ്ങൾ ആരായിരുന്നു എന്ന് പറയുന്നത്. It is a reminder for us. നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. Paul wants us to remember who we were in the past and also remember who we are right now. നമ്മൾ പണ്ട് ആരായിരുന്നുവെന്നും ഇന്ന് നാം കൃപയാൽ ആരായിരിക്കുന്നു എന്നും നാം ഓർക്കണം എന്ന് പൗലോസ് ആഗ്രഹിക്കുകയാണ്. So the first thing Paul is mentioning here, the previous status is, formerly you were Gentiles by birth, by nature. നിങ്ങൾ പ്രകൃതിയാൽ, നിങ്ങൾ ജനനത്താൽ, ജനനം കൊണ്ട് നിങ്ങൾ ആരായിരുന്നു? ജാതികളായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ആരാണെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. 1 യോഹന്നാൻ 3:1 എന്താണെന്നറിയാമോ? See what great love the Father has lavished on us, that we should be called children of God, and that is what we are. Praise God. മുമ്പ് നമ്മൾ ആരായിരുന്നു? ജാതികളായിരുന്നു. ജന്മം കൊണ്ട് പ്രകൃതിയാൽ ജാതികളായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ആരാണെന്നറിയാം. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ, ദൈവമക്കൾ അങ്ങനെ തന്നെ നാം ആകുന്നു എന്ന് യോഹന്നാൻ അവിടെ
ഉറപ്പിച്ച് പറയുകയാണ്. The second thing Paul is reminding us, in the past, formerly who we were, നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരായിരുന്നു. Paul is saying that you were separate from Christ. You were without Christ in the past. And now who we are made alive with Christ. നാം യേശു ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കപ്പെട്ടവരാണ്. We are raised with Christ. നാം യേശു ക്രിസ്തുവിനോടുകൂടെ എഴുന്നേൽക്കപ്പെട്ടവരാണ്. Praise the Lord. What is our status today? We were without Jesus before. Now we are with Jesus. Praise God. Emmanuel, Christ with us, God with us. ദൈവം നമ്മോട് കൂടെ. യേശു ക്രിസ്തു നമ്മോട് കൂടെ. Matthew chapter 28 last verse says, hallelujah, I will be with you until the end of the ages. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ആരാ പറഞ്ഞത്? യേശു കർത്താവ് പറഞ്ഞത്. So Jesus is with us and we are with Jesus. Paul says this very much over and over again. You are in Christ and Christ is in you. നിങ്ങൾ ക്രിസ്തുവിലും ക്രിസ്തു നിങ്ങളിലും എന്നുള്ള ആശയം പൗലോസ് പലയിടങ്ങളിൽ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മുമ്പ് ക്രിസ്തുവിനെ കൂടാതെയുള്ളവർ ഇപ്പോൾ ആരാണ്? യേശു ക്രിസ്തുവിനോടുകൂടെ നാം ജീവിപ്പിക്കപ്പെട്ടവർ, ഉയർപ്പിക്കപ്പെട്ടവർ. യേശു ക്രിസ്തു നമ്മോട് കൂടെ, നാം യേശു ക്രിസ്തുവിനോടുകൂടെ, യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ, നാം ക്രിസ്തുവിനുള്ളവർ. Praise the Lord. Number 3, in the past you were called uncircumcised by the circumcised. പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവർ നമ്മെ വിളിച്ചത് അഗ്രചർമ്മികൾ എന്നായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവിടെ ഗലാത്യ ലേഖനത്തിലേക്ക് വന്നാട്ട്, Galatians chapter 3 verse 28, what do we see there? There is neither Jew nor Gentile, neither slave nor free, hallelujah, nor is there male and female, for you are all one in Christ Jesus. പണ്ട് ജാതി വ്യവസ്ഥ അനുസരിച്ച് വിഭിന്ന ജാതികളായി കണ്ടിരുന്നവരാണ്. അഗ്രചർമ്മികൾ ഒരു കൂട്ടർ, സർക്കംസൈസ് ചെയ്തവർ മറ്റൊരു കൂട്ടർ. അങ്ങനെ രണ്ടായി അവ വിളിക്കപ്പെട്ട് വിഭജിക്കപ്പെട്ടു നിന്നവരെ ഇന്ന് പൗലോസ് പറയുകയാണ് ഗലാത്യ ലേഖനത്തിൽ, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അടുത്ത വാക്യം, അതിൽ യഹൂദനും യവനനും എന്നില്ല. യഹൂദനും യവനനും എന്നില്ല. യഹൂദനാരാണ്? യഹൂദനാണ് സർക്കംസൈസ്ഡ്. യവനനാരാണ്? യവനനാണ് അൺസർക്കംസൈസ്ഡ്. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല. നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാൻ ഏറെ കഴിയുമല്ലോ. ദൈവത്തിന് സ്തോത്രം. The fourth thing, who were we before, നാം പണ്ടാരായിരുന്നു. നാലാമത്തെ കാര്യം, ഇസ്രയേൽ പൗരതയോടെ സംബന്ധമില്ലാത്തവർ, excluded from the citizenship in Israel, excluded from the commonwealth of Israel. നാം ഇസ്രയേൽ പൗരതയോടെ എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ എന്ന് പറയുന്നതായ ആ ജനത്തോടെ ഒരിക്കലും ബ്ലഡ് കൊണ്ട് രക്ത ബന്ധം കൊണ്ട് ചേരുവാൻ ഒരിക്കലും കഴിയാതിരുന്ന, ഒരിക്കലും സംബന്ധമില്ലാതിരുന്ന ഒരു കൂട്ടരായിരുന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഗലേഷ്യൻസ് ചാപ്റ്റർ 3:7, ഗലാത്യ ലേഖനം 3:7 വാക്യത്തിൽ വായിക്കുന്നു, അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിവീൻ. അബ്രഹാമിന്റെ മക്കളായിരിക്കുന്ന ഇസ്രയേലിനെ കുറിച്ച് ആമേൻ
ആമേൻ, ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവർ എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇവിടെ ഗലാത്യ ലേഖനം 3:7 പറയുകയാണ്, നാം വിശ്വാസികളാണോ, നാം അബ്രഹാമിന്റെ മക്കളാണ്. വിശ്വാസത്തിന്റെ പിതാവായ, വിശ്വാസിയുടെ ഇവരുടെ പിതാവായ അബ്രഹാമിന്റെ മക്കളായി നാം തീരുന്നത് യേശു ക്രിസ്തുവിനെ നാം വിശ്വാസത്താൽ സ്നേഹിച്ച് അംഗീകരിച്ച് ദൈവത്തിന്റെ നമ്മുടെ ദൈവത്തിന്റെ രക്ഷകനായി സ്വീകരിക്കുമ്പോഴാണ്, നാം വിശ്വസിക്കുമ്പോഴാണ് എന്തായി തീരുന്നത്, നാം ഇസ്രായേൽ പൗരതയോട് ബന്ധമുള്ളവരായി തീരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവരായി കിടന്ന നമ്മെ അവൻ യേശു ക്രിസ്തുവിന്റെ രക്തം മുഖാന്തരം അബ്രഹാമിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെട്ട നിലയിൽ വിശ്വാസികളാക്കി തീർത്ത് ഇസ്രായേൽ പൗരതയോട് ബന്ധമുള്ളവരാക്കി നമ്മെ തീർക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അഞ്ചാമത്തെ കാര്യം എന്താണ്? ആമേൻ. ഫിഫ്ത് തിങ്, യു ആർ ഫോറിനേഴ്സ് ടു ദ കവനന്റ് ഓഫ് പ്രോമിസ്. ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് നിങ്ങൾ അന്യരാണ്. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യർ. യു ആർ ഫോറിനേഴ്സ് ടു ദി കവനന്റ് ഓഫ് ദ പ്രോമിസ്. ഹല്ലേലൂയ. എന്താണ് പഴയ നിയമത്തിൽ ദൈവത്തിന്റെ പ്രോമിസ്? എന്താണ് ദൈവത്തിന്റെ പ്രോമിസ്? ഇത്ര മാത്രമേ ഉള്ളൂ. എബ്രായ ലേഖനം പറയുന്നു, സ്വസ്ഥതയിൽ പ്രവേശിക്കുക എന്ന കാര്യമാണ് ദൈവം പഴയ നിയമ ഭക്തന്മാർക്ക് കൊടുത്ത ഏറ്റവും വലിയ പ്രോമിസ്. ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുക. The Sabbath of God. Amen. To enter into the rest of God. To enter into the Sabbath of God, which is the rest of God. That is the promise God has given to the people of Israel in the Old Testament. Praise the Lord. എന്നാൽ എബ്രായ ലേഖനം 4:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളും നാം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ചില വസ്തുതകൾ അവിടെ ഉണ്ട്. എന്താണെന്നറിയാമോ? അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പണ്ട് കൊടുത്ത, ആർക്ക്? ഇസ്രായേൽ ജനത്തിന് പണ്ട് കൊടുത്ത ദൈവത്തിന്റെ വാഗ്ദത്തമായിരിക്കുന്ന ദൈവത്തിന്റെ ശാബത്ത് അല്ലെങ്കിൽ റെസ്റ്റ്, ആ സ്വസ്ഥത, ഹല്ലേലൂയ, അവർക്കത് നഷ്ടമായി പോയെങ്കിൽ നമ്മളോടുള്ള ബന്ധത്തിൽ ആമേൻ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇന്ന് അത് ശേഷിച്ചിരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആർക്ക് ശേഷിച്ചിരിപ്പുണ്ട്? അത് നമുക്ക് ശേഷിച്ചിരിക്കുകയാണ്. എബ്രായ ലേഖനം 4:1 അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുവാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാം ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കാതിരുന്നത് കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരപ്രദമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ. അടുത്ത വാക്യം ഭയങ്കരമാണ്. 3-ാമത്തെ വാക്യം നോക്കിക്കേ. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. Only those who believe, they enter into the rest of God. They enter into the Sabbath of God. Who are those who are believing? We are the people who believe, and we are the people who are entering in the rest of God. ദൈവത്തിന് സ്തോത്രം. Hallelujah. So in the Old Testament, they were not able to enter into the rest of God. Amen. And we, the Gentile people, Paul is saying in Ephesians chapter 2 that we were away from the covenants of the promise. We were the foreigners from the covenants of the promise. But Hebrews says that we are the people who are going to enter into the rest of God because we are the believers and we have received Jesus Christ as our Savior and we are the saved people. Praise the Lord. Hallelujah. നാം കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന നാമാണ് ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നവരെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവരെ കുറിച്ച് ദൈവം പറഞ്ഞ കാര്യം 3-ാം അധ്യായം എബ്രായ ലേഖനം 3-ന്റെ അവസാനത്തിലും 4-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണുന്നു. അവരോട് ദൈവം ഒരു സത്യം ചെയ്തു, നിങ്ങൾ എന്റെ സ്വസ്ഥതയിൽ എന്ത് ചെയ്യത്തില്ല? പ്രവേശിക്കുകയില്ല. അവർക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ ദൈവം അവരോട് സത്യം ചെയ്തത് നമുക്ക് തുറന്നു തന്നിരിക്കുകയാണ്. എന്താണ്? ദൈവത്തിന് സ്തോത്രം. കരുണാസമ്പന്നനായ ദൈവം തന്റെ മഹാകരുണ നിമിത്തം, യേശുക്രിസ്തുവിന്റെ രക്തം നിമിത്തം
നമുക്ക് എന്ത് തുറന്നു തന്നു? ആ സ്വസ്ഥതയുടെ വാതിൽ നമുക്ക് വേണ്ടി തുറന്ന് തരുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു ജനത്തോടെ കോപത്തിൽ സത്യം ചെയ്തെങ്കിൽ മറ്റൊരു ജനതയോടെ സ്നേഹത്തിൽ നിയമം ചെയ്യുകയാണ് നമ്മുടെ കർത്താവ് ചെയ്തത്. ആ സ്നേഹത്തിന്റെ നിയമത്തിന്റെ കീഴിൽ വരുവാൻ ദൈവം നമുക്ക് തന്ന ഭാഗ്യം ഓർക്കുമ്പോൾ എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയും? Praise the Lord. Hallelujah. The next thing who we were in the past, the sixth thing is we were without hope. നാം ലോകത്തിൽ എങ്ങനെയുള്ളവരായിരുന്നു? പ്രത്യാശ ഇല്ലാത്തവരായിരുന്നു. We were without hope in this world. Hallelujah. But Romans chapter 15 verse 13 says, may the God who give you hope fill you with all the joy and peace in believing, so that by the power of the Holy Spirit you may abound in hope. Praise God. Romans chapter 15 verse 13, if you are writing it down. നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ റോമാലേഖനം 15:13 പറഞ്ഞത്. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലെ അല്ലെങ്കിൽ പണ്ട് കാലത്ത് നമുക്ക് എന്തില്ലാത്തവരായിരുന്നു? പ്രത്യാശ ഇല്ലാത്തവരായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് രക്ഷകനായ യേശു ക്രിസ്തുവിനെ കിട്ടിയത് കൊണ്ട്, നാം ദൈവമക്കളായി തീർന്നത് കൊണ്ട് നമ്മളിവിടെ വായിക്കുകയാണ്, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങളിൽ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി. You must be rich in hope. Praise the Lord. വിശ്വസിക്കുന്നുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ എന്ത് ചെയ്യട്ടെ? നിറയ്ക്കുമാറായി. The next thing, in the past you were without God in this world. ലോകത്തിൽ നിങ്ങൾ എങ്ങനെയുള്ളവരായിരുന്നു? ദൈവം ഇല്ലാത്തവർ ആയിരുന്നു. You were without God in this world. Praise the Lord. That is where Galatians chapter 4 verse 6 says, God's Spirit is prompting us to call out, Abba, Father. ദൈവത്തിന് സ്തോത്രം. ദൈവമില്ലാതിരുന്ന നമുക്ക് ഇന്ന് ദൈവത്തെ വിളിക്കുവാൻ ഒരു പേര് കിട്ടിയിരിക്കുകയാണ്. എന്താണ്? അബ്ബ, പിതാവേ എന്ന് വിളിക്കുവാൻ നമ്മോട് സംസാരിക്കുന്ന, നമ്മോട് ഇടപെടുന്ന ആത്മാവിന്റെ സാന്നിധ്യം നമുക്കുണ്ട്. We have the presence of the Spirit of God within us, which is prompting us that you can call God Abba, Father. ഈ ആത്മാവ് നമ്മോട് പ്രോംപ്റ്റ് ചെയ്യുകയാണ്. ഈ ആത്മാവ് നമ്മെ ഹേമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് അപ്പാ എന്ന് വിളിക്കുവാൻ ഒരു പിതാവുണ്ട്. നിനക്ക് അപ്പാ എന്ന് വിളിക്കുവാൻ ഒരു ദൈവമുണ്ട്. നീ ദൈവത്തെ അങ്ങ് അകലെയല്ല കാണുന്നത്. You can call him Abba, Father. He is your father. Praise the Lord. അബ്ബാ, പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചിരിക്കുകയാണ്. ഇംഗ്ലീഷിൽ പറയുന്നത്, the Spirit of God is prompting you every now and then, prompting you that you would be able to call God Abba, Father. Praise God. ദൈവത്തിന് സ്തോത്രം. The last thing, eighth thing, who you were far away. You were once far away. നിങ്ങൾ ആരായിരുന്നു? ദൂരസ്ഥരായിരുന്നു. നിങ്ങൾ ദൂരസ്ഥരായിരുന്നു. എന്നാൽ അവിടെ തന്നെ പറയുന്നു, ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായിരിക്കുകയാണ്. Glory to God. Hallelujah. ഇപ്പോൾ നിങ്ങൾ Ephesians chapter 2:13 നോക്കൂ. അവിടെ കാണുന്ന, you have been brought near by the blood of Christ Jesus. Hallelujah. Once you were away from God, you were far away from God. നിങ്ങൾ ദൂരസ്ഥരായിരുന്നു. But you are now brought very near to God by the blood of Christ Jesus. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങൾ സമീപസ്ഥരായി തീർന്നിരിക്കുകയാണ്. ആ അനുഭവം പ്രാപിച്ച ദൈവമക്കൾ കരമുയർത്തി ഇരിക്കുന്ന ഇടത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുമോ? Glory to God, glory to God, glory to God. Hallelujah. But now look at all these 8 different kinds of miserable conditions
that Paul is describing about us in our past. നമ്മുടെ മുമ്പുണ്ടായിരുന്ന പ്രകൃതിയാൽ ജാതികളായിരുന്ന 8 വിധത്തിലുള്ള ആ പ്രാകൃതമായിരിക്കുന്ന അനുഭവങ്ങളെ കുറിച്ച് പൗലോസ് ഇവിടെ ഓർപ്പിക്കുകയാണ്. Why did Paul remind about these 8 different kinds of things to the people in Ephesus? ഇതിനറിയാമോ? Hallelujah. Paul is reminding them about the previous conditions so that they can compare their previous condition with the current condition. ഇന്ന് രാത്രി നാം പലപ്പോഴും ഓർക്കേണ്ട കാര്യം എന്തെന്നറിയാമോ? ഞാൻ ആരായിരുന്നു, എന്നാൽ ദൈവം എന്നെ ആരാക്കി തീർത്തു. ആരും തിരിച്ചറിയാതെ കിടന്ന ഞാൻ, എല്ലിൻ കഷ്ണം പോലെ മരിച്ച് ദ്രവിച്ച് കിടന്ന, എല്ലിൻ കഷ്ണം പോലെ ഷേപ്പില്ലാതെ ആരും തിരിച്ചറിയാതെ കിടന്ന ഞാൻ ഇന്ന് ഞാൻ ആരായി തീർന്നു? ആമേൻ. ദൈവം എന്നെ അറിഞ്ഞും സാക്ഷാൽ ഞാൻ ദൈവത്തെ അറിഞ്ഞും ഇരിക്കുന്ന ഒരു ദൈവവചനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും മറന്നു കിടന്ന ഞാൻ, എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞ ഞാൻ ആരായി തീർന്നു? ഹല്ലേലൂയ. എന്നെ ദൈവം ഓർക്കുന്ന ആമേൻ ഒരു വ്യക്തിത്വമാക്കി ദൈവം തീർക്കുവാനായിട്ട് ഇടയായി തീർന്നു. Once I was a person who was dead in my trespasses and in my sins, where everyone, hallelujah, didn't remember me. No one remembered me. Everyone forgot me. God remembered me and he made me alive. Praise God. This is why Paul is reminding us of the previous conditions. ഇതിനാണ് ഈ പഴയ കാര്യങ്ങൾ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവമക്കളായി തീർന്നു കഴിഞ്ഞെന്ന് പറഞ്ഞ് പഴയ കാര്യങ്ങളൊന്നും മറന്നു കളയരുത്. ആമേൻ. പഴയ കാര്യങ്ങളിൽ നിന്ന് പുതിയ കാര്യങ്ങളിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് ഏറെ സ്തോത്രം പറയുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ അവസ്ഥ മാറ്റിയ, നമ്മുടെ അനുഭവത്തിന് വ്യത്യാസം തന്ന, നമ്മുടെ വാക്കുകൾക്ക് ശൈലിക്ക് ഒക്കെ വ്യത്യാസം തന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആ ദൈവത്തെ നമുക്ക് എത്ര സ്തുതിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. നമ്മുടെ കാഴ്ചപ്പാടിന് വ്യത്യാസം തന്ന, നമ്മുടെ കൂട്ടുകെട്ടിന് വ്യത്യാസം തന്ന, ഹല്ലേലൂയ, നമ്മുടെ ഫ്രണ്ട് സർക്കിളിന് വ്യത്യാസം തന്ന, നമ്മുടെ ഇടപാടുകൾക്ക് വ്യത്യാസം തന്ന ആ ദൈവത്തിന്റെ സ്നേഹം ഓർക്കുമ്പോൾ ഇന്ന് രാത്രി നമുക്ക് ഒരുപാട് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയും. ഇറ്റ് വാസ് ഓൺലി by the blood of Jesus Christ we are brought near to God. ദൈവത്തോട് നമ്മെ അടുപ്പിച്ചു കൊണ്ടുവന്നത് കാൽവറിയിൽ ചൊരിഞ്ഞ യേശു ക്രിസ്തുവിന്റെ പുണ്യാഹമായ രക്തമാണ്. ദൈവത്തിന് സ്തോത്രം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രി നാം ധ്യാനിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം ഇന്ന് രാത്രി നമ്മോട് സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യാൻ 2-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം നാം ദൈവത്തിന്റെ മന്ദിരം എന്നുള്ളതാണ്. We are the living temple of God and the spirit of God is dwelling in us. Hallelujah. നമ്മെ ദൈവത്തിന്റെ മന്ദിരമാക്കി തീർത്തത് എങ്ങനെയാണെന്നാണ് ഇന്ന് രാത്രി പൗലോസ് നമ്മെ ഓർപ്പിച്ചത്, നമ്മെ റിമൈൻഡ് ചെയ്തത്. You were far away. You were shapeless. നിങ്ങൾ ഒരു ഷേപ്പ് ഇല്ലാതെ, ഫോംലെസ് ആയിട്ട്, എല്ലിൻ കഷ്ണമായിട്ട്, ആരും തിരിച്ചറിയാത്തവരായിട്ട് കിടന്നവരായിരുന്നു. എന്നാൽ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് നിങ്ങളെ അടുത്തു കൊണ്ടുവന്ന് ദൈവത്തോട് നിങ്ങളെ അടുപ്പിച്ചെന്നറിയാമോ? യു മസ്റ്റ് ബിക്കം ദ ലിവിങ് ഹോളി ടെമ്പിൾ ഓഫ് ഗാഡ്. ദൈവത്തിന്റെ വിശുദ്ധ നിവാസമായി, ദൈവത്തിന്റെ വിശുദ്ധ ആലയമായി ദൈവം നമ്മെ തീർത്ത ആ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ദൈവമക്കൾ കൃപ പ്രാപിച്ചവർ ഒരു പ്രാവശ്യം കൂടെ ശക്തമായി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി അതിനാണ് നമുക്ക് സ്തോത്രം പറയുവാനുള്ളത്. ഈ ലോകത്തിൽ കിട്ടുന്ന ധനം കൊണ്ടോ ഈ ലോകത്തിൽ കിട്ടുന്നതായി ഒരു നന്മയ്ക്കും സ്തോത്രം പറയുന്നതിൽ അപ്പുറമായി നമുക്ക് സ്തോത്രം പറയുവാനുള്ള കാരണം എന്താണ്? ദൈവം എന്നെ വിശുദ്ധ മന്ദിരമാക്കി തീർത്തു, ദൈവത്തിന്റെ നിവാസമാക്കി എന്നെ തീർത്തു, ദൈവത്തിന്റെ ആലയമാക്കി എന്നെ തീർത്തു. ഇന്ന് രാത്രി ആ കോൺഫിഡൻസ് ദൈവം നമുക്ക് തന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, കർത്താവിനെ മഹത്വപ്പെടുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Let us pray in the presence of the Lord because God has made us his living temple. Amen. We are the holy temple of God. ദൈവത്തിന്റെ ആലയമായി ദൈവം നമ്മെ തീർത്ത ആ ദൈവകൃപയെ ഓർത്തുകൊണ്ട് ഇന്ന് രാത്രി നാം എല്ലാവരും ദൈവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ
കർത്താവിന്റെ വലിയ ദാസൻ പാസ്റ്റർ സുനിൽ ജോസഫ് അവர்கள் ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയിൽ നമ്മെ ബലപ്പെടുത്തുമല്ലോ. കർത്താവിന്റെ ദാസനെതിരായിട്ട് ക്ഷണിക്കും. Glory to God. Hallelujah. Praise the Lord, praise the Lord, praise the Lord. Amen. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രി വേളയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട സൂം മീറ്റിംഗിൽ പങ്കുകൊള്ളുവാൻ ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം. വിലയേറിയ കർത്തൃദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് ഈ രാത്രിയിൽ ദൈവം ഞങ്ങളെ കേൾപ്പിച്ചതോർത്ത് സ്തോത്രം ചെയ്തു. കർത്താവെ, ഞങ്ങളുടെ പഴയകാല അവസ്ഥകളെ കുറിച്ച്, അനുഭവങ്ങളെ കുറിച്ച് വളരെ ശക്തമായി വ്യക്തമായി ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കാലാകാലങ്ങളിലായി ഞങ്ങൾ ഈ ദൈവസ്നേഹം അറിയുവാൻ കഴിയാതെ ആയിരുന്ന അവസ്ഥ ഞങ്ങളെ കർത്താവെ ഓർപ്പിച്ചതോർത്ത് സ്തോത്രം ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ആരാണ്? കർത്താവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമായി, ദൈവത്തിന്റെ വിശുദ്ധ വംശമായി, ദൈവത്തിന്റെ ജനമായി ദൈവം ഞങ്ങളെ കണ്ട കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ കർത്താവിന്റെ മന്ദിരമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതോർത്ത് സ്തോത്രം. കർത്താവ്, ഈ നല്ല ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് നൽകിയതോർത്ത് നന്ദി പറയും. ഇന്ന് രാത്രിയിൽ പ്രകാശ് പാസ്റ്ററെ കർത്താവെ വചനം പഠിപ്പിക്കുവാൻ ബലപ്പെടുത്തിയ അവിടുത്തെ സ്നേഹത്തിനായി സ്തുതിക്കുന്നു. കുടുംബമായി അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവം ഏൽപ്പിച്ച ദൈവസഭയെ ഓർക്കുന്നു. എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിൽ നമ്മെ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ട ദൈവദാസന്മാർ, ദൈവമക്കൾക്കായി സ്തോത്രം. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച കർത്താവിന്റെ മാറ്റമില്ലാത്ത സ്നേഹത്തിനായി സ്തോത്രം. ഇപ്പോൾ കർത്താവെ, ഞങ്ങൾ പിരിയാത്ത സാന്നിധ്യം കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ചൊവ്വാഴ്ച കർത്താവിന്റെ വരവാംശാൽ നടക്കാൻ പോകുന്ന ക്ലാസിന്റെ സമയം വരെയും അവിടെ ഇവിടങ്ങളിലായി ദൈവം ഞങ്ങളെ പരിപാലിക്കണമേ. കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെല്ലാവരും ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലോട്ട് ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.